ഈ സ്ഥലം കണ്ടോ? നമ്മൾ അങ്ങോട്ട് പോയപ്പോഴേ നമ്മൾ നോക്കിയതാണേ. നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ വിചാരിച്ച് ഇവിടെ ഇറങ്ങാൻ പറ്റില്ല. നമുക്ക് എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മരമാണ് കണ്ട, കുട പിടിച്ച് വയ്ക്കുന്ന പോലത്തെ ഒരു മരം കണ്ട, സൂപ്പർ അല്ലേ? അടിപൊളി. നമ്മൾ ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ കാണുന്ന പോലെ, ഡെസേർട്ടിലൊക്കെ കാണുന്ന പോലെ അടിപൊളി. കൊള്ളാം. അപ്പോൾ നമ്മള് CNG അടിച്ചു. എവിടെ സ്ഥലം എവിടെ? ഇത് മാർത്താണ്ഡം എത്തണതിന് മുമ്പുള്ള ഒരു രാവിലെ നമ്മള് പോയി അരമണിക്കൂർ വെയിറ്റ് ചെയ്ത് കിടന്നിട്ട് അവിടെ നിന്ന് അടിക്കാതെ പോയി. കിട്ടും, വേറെ എവിടെയെങ്കിലും പോയി അടിക്കാതെ, പക്ഷെ കിട്ടിയില്ല. അങ്ങനെ കിടന്ന പെട്രോളിൽ ഓടി തിരിച്ചെത്തി ഇവിടെ വന്നു. വീണ്ടും മാർത്താണ്ഡത്തെ സെയിം പമ്പിലെത്തി. ഇവിടെ നിന്ന് CNG അടിച്ചു കഴിഞ്ഞു. ഇനി നേരെ നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യണതിന് മുമ്പ് ഞങ്ങൾ നേരെ രാജ്കുമാറിന്റെ വീട്ടിലാക്കണം. അത് കഴിഞ്ഞിട്ട് ഞങ്ങളെ വീട്ടിലോട്ട് പോകും. അപ്പൊ പോകുന്നതിന് മുമ്പ് ചിലപ്പോൾ മാനവീയത്തിലൊന്ന് പോയി രാജ്കുമാറിന്റെ കോഫി കൂട്ടത്തിലേക്ക് പോയി. എന്താണെന്ന് അറിയണമെന്ന് ഇല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ പോകും. എന്തായാലും ഞങ്ങൾ ഇനി അങ്ങോട്ട് പോകുന്നു. രാജ്കുമാറിനെ വീട്ടിലാക്കുന്ന വീഡിയോട് കൂടിയായിരിക്കും ഈ യാത്ര അവസാനിപ്പിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. രാജ്കുമാർ എന്ന വ്യക്തി എന്റെ ചങ്കിന്റെ ഇടം നേടിയിട്ട് വർഷങ്ങളോളമായി. ഇന്ന് അവനെയും കൊണ്ടുള്ള യാത്ര എങ്ങനെയുണ്ടായിരുന്നല്ലോ ഇന്നത്തെ യാത്രയെ കുറിച്ച്? തുടക്കം നമ്മളൊരു ചെറിയ അസോലസ് മീൻസ് അതെല്ലായിടത്തും ഉള്ളത് തന്നെയാണ്. തുടക്കത്തിലുള്ള ഒരു താമസം. സാധാരണ ഞാൻ യാത്ര ചെയ്യുമ്പോൾ ഒറ്റയ്ക്കുള്ള ഞാനങ്ങ് പെട്ടി തൂക്കി അങ്ങ് പോയാൽ മതിയല്ലോ. കുറച്ച് അവർക്കൊരു ചെറിയൊരു രാവിലെ ഒരു ഗസ്റ്റ് വന്നിട്ടുള്ള ഡിലേയിൽ പോകാൻ താമസിച്ചു. അപ്പം ഞാൻ ഭക്ഷണം എന്നാൽ അമ്മയില്ല, അമ്മയെ കൊണ്ട് ചേച്ചിയുടെ ആക്കിയിട്ട് ഞാൻ നമ്മുടെ തമ്പിയുടെ കടയിൽ നിന്ന് പുട്ടും പയറും പപ്പടം കഴിക്കാൻ വേണ്ടി പോയപ്പോൾ അളിയനും ലേലിയും കൂടി വന്ന് വിളിച്ചു. അപ്പോൾ ഞാൻ തിരിച്ച് ആദ്യം എവിടെയായിട്ട് പോയിട്ട് വരാൻ പറഞ്ഞു. പക്ഷെ അത് നമ്മൾ 5 പേരും കൂടെ പ്ലാൻ ചെയ്ത ഒരു സംഭവമായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ ഡ്രോപ്പ് ചെയ്ത് അവർക്കും ഒരു വിഷമമാവും. അപ്പോൾ പിന്നെ ശരി, പള്ളിയിൽ നമ്മൾ പോകാൻ വേണ്ടി എടുത്തൊരു തീരുമാനമായിരുന്നു. ഞാൻ തിരിച്ച് വന്ന് വീട്ടിൽ വണ്ടി കൊണ്ട് വെച്ചിട്ട് ബാഗൊക്കെ എടുത്തിട്ട് തിരിച്ച് ജോയിൻ ചെയ്തു. പക്ഷെ ആ കയറിയ നിമിഷം മുതൽ ടിൽ നൗ ഇതുവരേക്കും ഫുൾ ജോളിയായിരുന്നു. ഞാൻ ഒറ്റയ്ക്ക് പോകുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ കാഴ്ച കണ്ടതായി. പക്ഷെ ഈ നിമിഷം വരെ ഞാൻ അടച്ചിട്ടില്ലെന്ന് ഒരു സത്യം കേട്ടോ. ഞാൻ വിചാരിച്ചു ബോറാവുമെന്ന് വിചാരിച്ചു. സുജിൻ കൂടെ ഉണ്ടായിരുന്നു, കുറച്ചുകൂടി ലൈവായിരുന്നു. അവന് സംഭവം കുറച്ചുകൂടി സംസാരിക്കാൻ കിട്ടി. എനിക്ക് കുറച്ച് കഴിഞ്ഞാൽ ഞാൻ സബ്ജക്റ്റ് കിട്ടില്ല സംസാരിക്കാൻ നമുക്ക് ഒരുപാട്. പക്ഷെ ലൈലയും സെയ്തലിയും ത്രൂട്ട് എന്നെ ഭയങ്കരമായിട്ട് എന്താ പറയുക പ്രോത്സാഹിപ്പിച്ച് ചെയ്യാത്ത കാര്യങ്ങൾ വരെ ഞാൻ ചെയ്ത ആദ്യമായിട്ട് റീല് വരെ എടുത്തു കേട്ടോ. എന്നെ കൊണ്ട് സന്തോഷം. ഞാനാണോന്ന് ഞാൻ അതിശയിച്ചു പോയി. തീർച്ചയായിട്ടും സന്തോഷം, വളരെ സന്തോഷം. നല്ല ഭക്ഷണം കേട്ടാ. ഇപ്പോഴും രാവിലെ കൊണ്ടുവന്ന കട്ടൻ കാപ്പി ഞങ്ങൾ രണ്ടും കൂടി ഷെയർ ചെയ്ത് കഴിച്ചു വേണം. അപ്പം അത്രയ്ക്ക് നമ്മളെ കെയർ ചെയ്ത ഒരാൾ കൊണ്ടുവന്നിട്ട് നമ്മുടെ ആരോഗ്യസ്ഥിതി അറിയാമെന്നുള്ളതുകൊണ്ടാണ് കേട്ടോ. ഞാൻ അത്രയും ഒരു ഹെൽത്തി അല്ല അത്, പക്ഷെ ഇതുവരെയ്ക്കും ദൈവം സഹായിച്ച് ഒരു കുഴപ്പമില്ല. നല്ല ഭക്ഷണം കഴിച്ചു. ഉച്ചയ്ക്ക് വേണമെങ്കിലും ഞാൻ അത് ഫുള്ള് കഴിച്ചു.
പകുതിയോളം ഞാൻ കഴിച്ചു. സാധാരണ ഞാൻ കുറച്ച് ചോറേ കഴിക്കുന്നുണ്ട്, വെന്തില്ലാന്ന് പറഞ്ഞ, പക്ഷേ കറക്റ്റ് വേവും ആയിരുന്നു കേട്ടോ. സാധാരണ എനിക്ക് വേവ് കുറച്ച് പ്രശ്നമാണ്, വെച്ചാൽ നല്ല വെന്താലേ എനിക്ക് ഇറക്കി കഴിക്കാനുള്ള ഒരു ഇതുള്ളൂ. പക്ഷെ സാമ്പാറും തോരൻ ഇഷ്ടപ്പെട്ട്, ചമ്മന്തി, ഓംലെറ്റ്, നാരങ്ങ അച്ചാറ് സൂപ്പർ. ഇപ്പം എന്താ കട്ടൻ ചായ കുടിച്ച് ഇനി ഞങ്ങൾ ഇവിടുന്ന് ഏകദേശം 1 മണിക്കൂറും കൂടി എടുക്കും തോന്നുന്നു. 1 മണിക്കൂറിനകത്ത് നമ്മൾ സൂപ്പറായിരുന്നു. പുതിയ യാത്രകൾ, പുതിയ ആൾക്കാരെന്ന് പറയാൻ പറ്റില്ല, പഴയതിൽ നിന്നും പുതിയത് പൊടിതട്ടി എടുത്ത പുതിയൊരു ബന്ധത്തിൽ എന്ന് പറഞ്ഞതുപോലെ യാത്ര എന്ന് പറയുന്നത് നമ്മള് ഇവന്റെ കൂടെ ആദ്യമായിട്ടാണ്. 15 വർഷത്തിന് മുമ്പ് നമ്മളിങ്ങനെ കാണണം, പോകണം എന്നൊക്കെ പ്ലാൻ ചെയ്തിരുന്നു പല കാര്യത്തിൽ. അതൊന്നും നടന്നിട്ടില്ല. പ്രവാസ ലോകത്തിൽ നിന്ന് ഒരുമിച്ച് ലീവിൽ നാട്ടിൽ പോകണം, കറങ്ങാൻ പോകണം, പിന്നെ നമ്മളെ നമ്മുടെ സുഹൃത്തുക്കളായ ഇവനെയൊക്കെ കാണാൻ പോകണമെന്നൊക്കെ ഉണ്ടായിരുന്നു. മലപ്പുറത്തുകാരനുണ്ട് മുഹമ്മദിനെ കാണണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. എന്തായാലും എല്ലാവരെയും വീഡിയോ കാണുക. ഇനി എന്തായാലും നമ്മൾ കേരളത്തിലുള്ള അങ്ങറ്റം മുതൽ ഇങ്ങറ്റം വരെയുള്ള എല്ലാ ജില്ലകളിലും നമ്മൾ നമുക്കൊന്ന് പോകണം. എല്ലാവരും നമ്മൾ അറിയുന്നവരുള്ളവരെയൊക്കെ ഒന്ന് കാണണം. മരിക്കണതിന് മുമ്പുള്ള ഒരു ആഗ്രഹമാണ്. നമുക്ക് ഇങ്ങനെയുള്ള സൗഹൃദങ്ങളെയാണ് നമ്മൾ മുറുകെ പിടിക്കേണ്ടത് എന്നുള്ള ഒരു എന്താ പറയാ, അങ്ങനെ ഒരാളാണ് ഞാൻ. അപ്പൊ എന്റെ ഈ സുഹൃത്തിനെയും കൊണ്ട് ഇന്ന് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയപ്പോ എനിക്ക് രാവിലെ ഞാൻ 2 മണിക്കൂർ ഡിലേ ആണ്. 6 മണിക്ക് പോവാന്ന് പറഞ്ഞ കാര്യം 8 മണിയായി. അത് സ്വാഭാവികമായിട്ട് ആർക്കായാലും ഉണ്ടാവും. പക്ഷെ ഞാൻ 2 പ്രാവശ്യം വിളിച്ചിട്ട് എടുത്തില്ല. മൂന്നാമത്തെ പ്രാവശ്യം ഹോട്ടലിൽ കയറി ബാഗിനകത്ത് മൊബൈൽ. അപ്പൊ ഞാൻ വന്നിരുന്നു, പൊടിച്ചപ്പോഴാണ് ഞാൻ വിളിച്ചത്. അപ്പൊ പിന്നീട് ഫോൺ എടുത്തിട്ട് പറഞ്ഞ് ഞാൻ വേറൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇറങ്ങി, പിന്നെ ഇന്ന് അളിയും വൈഫും കൂടെ പോയിട്ട് വാന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾക്ക് പോകാനായിട്ടൊരു തീരുമാനം ഇല്ലായിരുന്നു. ഇവനുമായിട്ട് പോകണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം ഇവന് വേണ്ടിയിട്ട് ഒരു പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും ആ പള്ളിയിൽ കൊണ്ടുപോകണം. സത്യം കേട്ടാ, ഭയങ്കര അവിടെ നിന്ന് അന്തരീക്ഷം അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ചില കാര്യങ്ങൾ നമ്മൾ പോയി തന്നെ എക്സ്പീരിയൻസ് ചെയ്യണമെന്നാണ്. ഭയങ്കര ഇതായിരുന്നു. ഒരു എന്താ പറയാ, അൽഹംദുലില്ലാ എല്ലാം വളരെ ഗംഭീരമായിട്ട് കഴിഞ്ഞു. കൂടെ കിടക്കുന്നതൊക്കെ രാപ്പനെ അറിയാവുന്നുള്ളൊരു ഇതുണ്ട്. പക്ഷെ നാം പാതി ദൈവം പാതി എന്ന് പറഞ്ഞതുപോലെ രാജ്കുമാറിനെ കൊണ്ടുപോയി ആറ്റിങ്ങര പള്ളിയിൽ കൊണ്ടുപോയി അവിടെ വെച്ച് അവനെ കൊണ്ടുള്ള കാര്യങ്ങൾ ചെയ്യിപ്പിക്കാനുള്ളതൊക്കെ ചെയ്യിപ്പിച്ചു. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളുടെ കൂടെ ആയിരുന്നു നമ്മുടെ മനസ്സിലെ ഒരു പ്രതിജ്ഞ എന്ന് പറയുന്നത്. അപ്പൊ വരില്ല എന്ന് പറഞ്ഞപ്പോഴേ ഞങ്ങൾ രണ്ടുപേരും മനസ്സൊന്നും മടിച്ചു, ഇന്ന് പോണ്ട, നമുക്ക് വേണ്ട. ഞാൻ എന്നിട്ട് രണ്ടും കൽപ്പിച്ചു. ഞാൻ പറഞ്ഞു, രാജ്കുമാറെ നീ വരണം, നീ ഇല്ലെങ്കിൽ ഞാനില്ല. ഞാൻ ഇങ്ങനെ നിന്നെയും കൂടെ കൂട്ടിക്കൊണ്ട് പോകാനാണ് ഈ ട്രിപ്പ് പ്ലാൻ ചെയ്തത്. വേറൊരാൾ വരാൻ എനിക്ക് താല്പര്യമില്ലാന്ന് ഞാൻ നേരത്തെ കൂട്ടി പറഞ്ഞിരുന്നു, രാജ്കുമാറിനോട് പറഞ്ഞിരുന്നു. രാജ്കുമാറും സുജിനുമായിരുന്നു ഞങ്ങളുടെ ലിസ്റ്റിലെ പ്രിഫറൻസ്. അപ്പൊ സുജിൻ വരുന്നില്ല എന്ന് നമ്മുടെ കൂട്ടത്തിലുള്ള സുഹൃത്താണ്. കാരണം ഞാൻ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് എനിക്ക് കൊടയും പിടിച്ച് എന്റെ കൂടെ നടന്ന ഒരു ചങ്കാണ് സുജിൻ എന്ന് പറയുന്നത്. അപ്പം അവനെയും രാജ്കുമാറുമായിട്ടാണ് പോകാൻ പ്ലാൻ ചെയ്തത്. പക്ഷേ അവൻ അവസാന നിമിഷം കാലുമാറി. പക്ഷേ രാജ്കുമാറിനെ വിടാൻ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ യാത്ര വളരെ ഭംഗിയായിട്ട് പോയിട്ട് വന്നു. സൗഹൃദങ്ങൾ വിലപ്പെട്ടതാണ്. ഞാൻ കൂടുതൽ ആനവണ്ടി ട്രാൻസ്പോർട്ട് ബസ്സും പബ്ലിക് ട്രാൻസ്പോർട്ടാണ്. പക്ഷെ ഇന്ന് വളരെ ലക്ഷറി ആയിരുന്നു. ഫുൾ AC ഇട്ട് പോയതിനേക്കാൾ ഫ്രഷ് ആയിട്ടാണ് ഇരിക്കുന്നത് എന്ന് നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഞാൻ ആകെ ഡൗൺ ആയി. കാരണം എനിക്ക് ഇത്തിരി കോൾഡ്, ജലദോഷമൊക്കെ വന്നതായിരുന്നു. ഞാൻ ഇത്രയും സംസാരിക്കാറില്ല സത്യം പറഞ്ഞ. ഞാൻ ഒറ്റയ്ക്ക് പോകുമ്പോൾ നമ്മൾ ആസ്വദിക്കുന്നതാണ് കൂടുതൽ. ഞാനിങ്ങനെ കാഴ്ച കണ്ടിങ്ങനെ ഇരിക്കും, സ്വയം സംസാരിക്കാനാണ് ഇത്. പക്ഷെ ഞാൻ ഇത്രയും നേരം വരെ ഞാൻ ഇവരോടൊത്ത് സംസാരിച്ച ഓരോ കാര്യങ്ങൾ, പാട്ട് പാടി, ഞാൻ തമാശ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തമാശ പറഞ്ഞ്, പഴയ സൗദിയിലെയും ഖത്തറിലെയും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ് ത്രൂട്ട് സംസാരിച്ചു. ഞാൻ തന്നെ അതിശയിച്ചു, ഞാൻ ഇത്രയും സംസാരിക്കുമെന്ന് ഉള്ള സന്തോഷം, വളരെ സന്തോഷം. അതേ ഉള്ളൂ, സന്തോഷം. എന്തായാലും ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു വരവ് കൂടെ തീർച്ചയായിട്ടും. അപ്പൊ എന്താ നമ്മളെ ഇന്നത്തെ 8 മണിക്കൂർ അല്ലെ ഒരു യാത്രയെ കഴിഞ്ഞ്, ഏകദേശം 12 മണിക്കൂർ എന്തോ വീടിന്റെ നടയിലെത്തി. എല്ലാം വീട്ടിൽ കൊണ്ടാക്കുന്നത്. ഭക്ഷണവും വാങ്ങി തന്ന് കേൾക്കൂല, വേണ്ടെന്ന് പറഞ്ഞാലും സമ്മതിക്കാതെ രണ്ടുപേരും കൂടി ഇതാ ബാക്കിൽ കൊണ്ടുപോയി മാനവീയത്വം കൊണ്ടുപോയി കാണിച്ച് സ്വസ്ഥം. ഇനിയിപ്പം വീട്ടിൽ പോവാ, കുളിക്കുക, സുഖം, അങ്ങനെ വിചാരിച്ച കാര്യങ്ങളെല്ലാം മംഗളമായിട്ട് തന്നെ സാധിച്ചു. ട്രിപ്പ് അവസാനിപ്പിക്കുകയാണ് ഇവിടെ. സന്തോഷം. അങ്ങനെ വർഷങ്ങൾക്ക് നീണ്ട അവധിക്ക് ശേഷം രാജ്കുമാറിനെയും കൊണ്ടൊരു കറക്കം സന്തോഷമായി. ഉടനെ ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. അപ്പം ഇതുവരെ എന്റെ കൂടെ സഹകരിച്ച രാജ്കുമാറിന് സന്തോഷമായിരിക്കും. രാജ്കുമാറിന്റെ കുടുംബത്തിനൊക്കെ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. സന്തോഷം.
ഭക്ഷണമൊക്കെ ഉണ്ടാക്കണം. ഇതുവരെയും ഒരു കൊച്ചിനെ കൊണ്ടുപോയിട്ട് വരണം. അവര് ഹാൻഡിൽ വിത്ത് കെയർ. അങ്ങനെ വിളിച്ചോണ്ട് പോയിടത്തേനെ തിരിച്ചുകൊണ്ടാക്കി അവന്റെ വീട്ടിൽ തന്നെ ആക്കി. ഇനി അവന് നാളെ രാവിലെ ചെറിയൊരു ജോലി ഉണ്ടാകും, ജോലിക്ക് പോകണം. അടുത്ത ആഴ്ച വീണ്ടും. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ, പ്രാർത്ഥനയോടെ. ഓക്കെ ചങ്കിനെ സപ്പോർട്ട് ചെയ്യുക. എല്ലാവരുടെയും സന്തോഷം. ബൈ ബൈ, സീ യു, ഗുഡ് നൈറ്റ്.